അമ്മയുടെ മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ച് മകൻ പൂജ ചെയ്തത് 3 ദിവസം. കൊല്ലം കുളത്തൂപ്പുഴയിലാണ് ഈ സംഭവമുണ്ടായത്. കുളത്തൂപ്പുഴ RPL എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന ചിന്നത്താമയുടെ മൃതദേഹമാണ് മകൻ കൃഷ്ണസ്വാമി 3 ദിവസം മുറിയിൽ സൂക്ഷിച്ച് പൂജ ചെയ്തത്. അവർക്കൊരു മകനുണ്ട്. അദ്ദേഹം ഇത്തിരി മാനസികമായിട്ട് പ്രശ്നമുള്ള ആളാണ്. അവിടെ വീട്ടിൻ്റെ അടുത്തുള്ളവരെ ആരും അകത്ത് കാണാനോ ഒന്നും കയറാനോ സമ്മതിക്കത്തില്ല. ആശാ വർക്കർ വന്നാൽ പോലെ കയറാൻ സമ്മതിക്കത്തില്ല. എൻ്റെ അമ്മയെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ അവർ താമസിച്ച് വരികയാണ്. അപ്പോൾ ഒരു കിടപ്പ് രോഗിയാണ്. ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ആശാ വർക്കർ ഉൾപ്പെടെ പോയി മാസം തോറും അവരെ കാണുന്നതാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് സുഖമില്ലാതെ ഇവർ കുറേ വർഷങ്ങളായിട്ട് കിടക്കുകയാണ്. അപ്പം ഇന്ന് രാവിലെ മകള്, അതായത് ഇദ്ദേഹത്തിൻ്റെ മകള് വരികയും വൈകിട്ട് കാണാൻ വന്നപ്പോൾ അങ്ങനെ അമ്മൂമ്മ മരിച്ചു പോയി എന്ന് പറയുമ്പോഴാണ് ഇത് നാട്ടുകാരെ അറിയുന്നത്. അങ്ങനെയാണ് എന്നെ വിളിക്കുകയും ഞാൻ കുളത്തൂപ്പുഴ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് പോലീസും ഞങ്ങൾ വന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിലേക്ക് വിടുകയാണ്. കണ്ണൻ നായർ നൽകും കൂടുതൽ വിവരങ്ങൾ. കണ്ണൻ, ഞെട്ടിക്കുന്ന വാർത്തയാണ്. 3 ദിവസമാണ് ഒരു മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ചത്, അതും പൂജ ചെയ്യുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് മകൻ എന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് പുറം ലോകം അറിയുന്നത്? ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. ബുധനാഴ്ചയാണ് അമ്മ ചിന്നത്താമ മരിച്ചത്. ആ സമയം മുതൽ ഇയാൾ അമ്മയുടെ മൃതദേഹം വീട്ടിൽ സൂക്ഷിക്കുകയും വെള്ളത്തുണി ഉപയോഗിച്ച് മൂടുകയും അതിനുശേഷം ഭസ്മവും ചന്ദനത്തിന്റെയും വിളക്കുമൊക്കെ തന്നെ ഉപയോഗിച്ച് അത് കത്തിച്ചുമൊക്കെ തന്നെ ചെയ്യുകയായിരുന്നു. ഇന്നലെ രാവിലെ ഇവരുടെ ഈ കൃഷ്ണസ്വാമിയുടെ മകൾ അവിടേക്ക് വന്നു. ആ സമയത്ത് കാര്യം പറഞ്ഞിരുന്നില്ല. വൈകിട്ട് വീണ്ടും എത്തിയപ്പോഴാണ് മുത്തശ്ശി മരിച്ചുപോയി എന്നുള്ള വിവരം അറിയിക്കുന്നത്. അവർ വീട്ടിനുള്ളിൽ കയറി നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ വെള്ളത്തുണിയിൽ മൂടി മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ വാർഡ് മെമ്പറെയും പോലീസിനെ അടക്കമുള്ള ആൾക്കാരെ അറിയിക്കുകയായിരുന്നു. അങ്ങനെ പോലീസ് എത്തിയാണ് ഈ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇതിന്റെ രാത്രി വൈകി ഏതാണ്ട് 12 മണിയോട് കൂടിയാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇയാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്ന് പറയുന്നു. അമ്മയും മകനും മാത്രമായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത്. ബുധനാഴ്ച അമ്മ മരിക്കുന്നു. അതിനുശേഷം അമ്മയുടെ മൃതദേഹം വീട്ടിനുള്ളിൽ വെച്ച് തന്നെ ഇയാൾ പൂജ ചെയ്യുകയായിരുന്നു. മാനസിക പ്രശ്നങ്ങൾ മൂലമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്നാൽ മാനസിക ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് വാർഡ് മെമ്പർ അടക്കമുള്ള ആൾക്കാർ പോകുന്നത്. നേരത്തെയും ആരെയും വീട്ടിലേക്ക് കയറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു. അമ്മയും മകനും മാത്രമാണുള്ളത്. അമ്മ കുറേയേറെ നാളുകളായി രോഗം വന്ന് കിടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അമ്മയെ ശുശ്രൂഷിക്കുന്ന മകനായിരുന്നു. അമ്മ മരിച്ച ശേഷവും അമ്മ മരിച്ചില്ല എന്ന് കരുതി ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് അനുമാനിക്കപ്പെടുന്നത്.